ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൊടിമരം സ്ഥാപിക്കൽ കർമ്മം നിർവഹിക്കാണ്. അപ്പൊ അതിന് എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥി ആരാണെന്നറിയോ? ഹാഫിദ് ജാബിർ ഉസ്താദ്. അപ്പോ ആ കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടി ഹാഫിദ് ജാബിർ ഉസ്താദിനെ ആദരവ് ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ എല്ലാവരും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും. നമ്മളെ മുപ്പത്തി ഉസ്താദ് പറഞ്ഞ പോലെ ഇന്നലെ ഫ്രിഡ്ജിൽ കടന്നു ആരും ഇല്ലല്ലോ. ഇന്നലെ നാട്ടിൽ ഫ്രിഡ്ജിൽ കടന്നു റമീന് ഫ്രിഡ്ജിലാണ് കടന്നിന് അല്ലല്ലോ നേരെ ഇരുന്നേ. അതെത്തിട്ട് അങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലായില്ല. നിങ്ങളെ തണുപ്പം കളിയായതുകൊണ്ട് ചില ആളുകൾ ഇന്നെ തണുപ്പം കളി കളിച്ചിന്. തണുപ്പം കളി ആകണ്ടേ രാവിലെ നല്ല ചൂടിൽ ചായ കുടിക്കണം. ഇന്നല ബിസ്ക്കറ്റ് ഒന്നിനാ എന്താ ഒന്നിനെ ബിസ്ക്കറ്റ് ഒന്നും ആളല്ല. ഇപ്പം പുറത്തേക്കാട്ടൊക്കെ നല്ല ചായ കുടിച്ചിട്ട് വന്നാൽ മതി. ഇവരെ ശ്രദ്ധിക്കുന്നില്ല കേട്ടാ. ഇതല്ല മുപ്പത്തിഷ്ടത് കാര്യം പറഞ്ഞ ഓർമ്മ ഒന്ന് ഒരു കാര്യം ഇതൊന്നാ പാടില്ല. ആയിക്കോട്ടെ നല്ല ശ്രദ്ധ ഒന്ന് അപ്പം നിന്നോ ചാള. ഇവിടെ അപ്പൊ നല്ല ചായ കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ? നല്ല ചൂടിൽ ചായ കുടിച്ചാൽ വന്നാൽ നല്ല ഉഷാറ് കിട്ടും. തണുപ്പം ചായ കുടിച്ചാലോ? തണുപ്പം ചായ കുടിച്ചാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ നല്ല നല്ല രാവിലെ നല്ല കടി തോന്നണം കേട്ടോ. ബിസ്ക്കറ്റ് ഒഴിവാക്കണേ. ഉമ്മമാരോട് പറയണം എനിക്ക് ബിസ്ക്കറ്റ് വേണ്ടാന്ന് പറയണം. എന്താ പറയണ്ടത്? അനക്ക് ബിസ്ക്കറ്റ് തന്നാല് ഞാൻ ക്ലാസ് പോയാൽ ഞാനവിടെ ഉറങ്ങിപ്പോവും. എനിക്ക് ഇത് പഠിക്കാൻ കഴിയില്ല. അവിടെ നല്ല ഭക്ഷണം വേണമെന്ന് പറയുന്നത്. രാവിലെ നല്ല അപ്പം ഉണ്ടായി തിന്നണം കേട്ടാ. മുട്ടയപ്പം മുട്ടയെല്ലാം തിന്നാം. ഓക്കെ ആയിക്കോട്ടെ എന്നാ അതിന്റെ ഉഷാർ ഇവിടെ കാണണേ. അപ്പൊ ഞാൻ പറഞ്ഞ് അടുത്ത നമ്മളെ പരിപാടി നോക്കിക്കോ. നാളെ പരീക്ഷയല്ലേ? മറ്റന്നാ പരീക്ഷയല്ലേ? ആ പരീക്ഷയ്ക്ക് മുമ്പ് ചെറിയൊരു പരീക്ഷ കേട്ടാ. എന്നിട്ട് ഇൻഷാ നമുക്ക് കൊടിമരത്തിന്റെ ജില്ലക്ക് പോകണ്ട. അവിടെ വെച്ചിട്ട് നമ്മളെ ബാക്കി ക്ലാസ് നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈമിൽ നമ്മള് പറഞ്ഞതാ നിങ്ങളെ ഉസ്താദിന്റെ മേശമേല് ഇതാ കൊറേ അക്ഷരക്കടകൾ നിരത്തിയിട്ടുണ്ട്. നിങ്ങള് കണ്ടിട്ടില്ലേ? അവിടെ ഇരുന്ന് കണ്ടില്ലേ? നേരത്തെ കണ്ടില്ലേ? ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നെ കേട്ടാ. അപ്പൊ ഇവിടെ മുട്ടായി നിരത്തിയിട്ടുണ്ട്. ഇതെന്തിനാന്നറിയാ? ഉസ്താദ് വിളിക്കുന്ന ആള് പെട്ടെന്ന് വന്നിട്ട് ഉസ്താദ് പറയുന്ന അക്ഷരം വാക്ക് എഴുതിയ കാർഡ് കാണിച്ചു തന്നാൽ എടുത്തു തന്നാൽ അപ്പം മുട്ടായി കിട്ടും. അപ്പ ആ സമയത്ത് തന്നെ മുട്ടായി കിട്ടും. അല്ലെങ്കിലോ എടുത്തിട്ടില്ലെങ്കിൽ അയാളെ പോയിട്ട് സീറ്റ് ഇരിക്കണം. പിന്നെ ബയ്യ കിട്ടുമല്ലോ, കുറേ കഴിഞ്ഞിട്ട് കിട്ടുമല്ലോ. അപ്പൊ നമ്മളെ കളി തുടങ്ങാം അല്ലേ? മുട്ടായി വേണ്ടേ എല്ലാവർക്കും? പെട്ടെന്ന് മുട്ടായി വേണ്ടേ? അപ്പൊ പെട്ടെന്ന് മുട്ടായി കിട്ടണമെങ്കിൽ ഉസ്താദ് പെട്ടെന്ന് ആളെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് വരിക. ആദ്യം ഞാൻ വിളിക്കുന്നത് റിഷാൻ മുഹമ്മദിനെയാണ്. റിഷാൻ മുഹമ്മദിനോട് ഞാൻ എടുക്കാൻ പറയുന്നത് വറദുൻ. ഞാൻ അതിങ്ങോട്ട് വരല്ല, ഒരാളിങ്ങോട്ട് വരരുത്. വറദുൻ അപ്പുറം എല്ലാം നോക്ക് കേട്ടാ. റിഷാൻ മുഹമ്മദ് അവിടെയൊക്കെ നോക്ക്. വറദുൻ നമ്മളെ ഇന്നലെ പഠിച്ച പാഠം. വറദുൻ കാട്ടിയേ ഇതാണ് പിന്നെ റിഷാൻ മുഹമ്മദ് എടുത്തത്. ശരിയാണോ? ഇല്ല, തെറ്റായിപ്പോയി. അപ്പൊ റിഷാൻ മുഹമ്മദിന് സീറ്റ് തൽക്കാലം അവിടെ ഇരിക്കും കേട്ടാ. മുട്ടായി കൊടുക്കും. പിന്നെ ഇനി ഞാൻ വിളിക്കുന്നത് ഷന്ത ഫാത്തിമ. എടുത്ത് കാണിച്ച ഉസ്താദിന്. വെരി ഗുഡ്. ഇതന്നല്ലേ അല്ലേ? ഇതിന്റെ ഒരു കാര്യം ഉസ്താദ് പറഞ്ഞിട്ടെ. വറുത് എന്ന് പറഞ്ഞ സാധനം ഏതാ? ഏത് പൂവ്? ചെമ്പരത്തി അല്ല. ഇത് ചെമ്പരത്തിയാ? റോസാപ്പൂവ്. വറുത് എന്ന് പറഞ്ഞാല് റോസാപ്പൂവ് കേട്ടാ. അപ്പൊ നമ്മുടെ ഷന്തന്റെ കയ്യിൽ തന്നെ കാർഡ് വെക്ക്. അപ്പൊ ഷന്തക്ക് ഫസ്റ്റ് സമ്മാനം. ബിസ്മില്ലാ.
അത് തിന്നുമ്പോ ബിസ്മി അല്ലണേ. ഇനി അടുത്ത വിളിക്കുന്നത് ചാൻസ് ഉണ്ട്, 18 ഉണ്ട്. റമീൻ. റമീൻ റമീൻ എടുക്കേണ്ടത് കാണിച്ചല്ലോ. ഈ കാർഡാണ് ആരെടുത്ത് തന്നിരിക്കുന്നത്? റമീൻ. നോക്കിയാൽ നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ആ കുറച്ചുകൂടെ ഉഷാറായ നല്ലത് കേട്ടാ കേട്ടാ, നല്ല ഉഷാറായി പിടിക്കണേ. അപ്പൊ റമീന് സെക്കൻഡ് സമ്മാനം കിട്ടി. ഓക്കെ. റയ്യാൻ സാജിദ് വേഗം എടുക്കണേ. അപ്പൊ നമ്മളെ റയ്യാൻ സാജിദ് എടുത്തത് തെറ്റ്. ആരാ വേണമെന്നറിയാ? ഫർഹാൻ. ഫർഹാൻ ഫർഹാൻ പെട്ടെന്ന് വാ. ശരിയാണോ? അതേമിനെ ഇടക്ക് നോക്കാനുള്ള സമയം അല്ലേ? ശരിയാണോ? ഉറപ്പല്ലേ? ഓക്കെ, എന്നാ പിന്നെ ഞാനും ഉറപ്പിച്ച്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് സീപി. മുഹമ്മദ് സീപി സാഹിമുൻ. സാഹിമുൻ ശരിയല്ലേ? ഓക്കെ. പിന്നെ കാർഡ് പിടിക്കണം. പയ്യെ തരണേ സൈന്. ഓക്കെ. ഇനി അടുത്ത വരേണ്ടത് പിന്നെ സൈനബ്. വിളിക്കും സൈനബ്. ഉമ്മുൻ. തെറ്റ് പറ്റിപ്പോയി. അപ്പൊ എന്ത് ചെയ്യാ? തെറ്റ് വെച്ചാൽ അവിടെ ഇരിക്കാം, മാറ്റി. അടുത്തത് ഫർഹ. ഓ മാ മോൻ. ഓ മാ മോൻ. ഓ മാ മോൻ. ഫർഹാൻ, ഇത് ശരിയാണോ തെറ്റാണോ നീ പറഞ്ഞ? എന്താ വായിക്കല്? ഓക്കെ. അപ്പൊ ഫർഹ വെരി ഗുഡ്. കാർഡ് വഴി അവസാനം ഏൽപ്പിക്കണേ. മുട്ടായി. ബിസ്മില്ല. റയാൻ ജംഷീർ. റയാൻ ജംഷീർ. കാബിദുൻ. ഗുഡ്. മുഹമ്മദ് സീപി. മുഹമ്മദ് സീപി. അല്ല, മുഹമ്മദ് കെ. ഹാജിമുൻ. ഹാജിമുൻ. ഗുഡ്. ബിസ്മില്ല. ഇനി അടുത്തത് ഹംദാൻ. ഹംദാൻ. കൂബുൻ. വെരി ഗുഡ്. ശരിയല്ലേ? കൂബുൻ. അടുത്തത് ഇനി ആരാ വരാൻ ബാക്കിയുള്ളത്? ഐറാജ് അല്ല അല്ലേ? ഐറാജ് അതൊക്കെ നബേത്തുൻ. നബേത്തുൻ. നോക്കണം, ഇവിടെ നോക്കിട്ട് എടുക്കണേ. നബേത്തുൻ. നബേത്തുൻ. ഓക്കെ. മുഹമ്മദ് ഫാരി. ദൽവൻ. ദൽവൻ. ആടെ ഇക്ക നിങ്ങൾ കാണിച്ചെടുക്കാൻ പാടില്ല കേട്ടാ. ദൽവൻ. ഓക്കെ. ദൽവൻ എന്നാണ് നമ്മുടെ ഫാദിയുടെ പറഞ്ഞത്. എടുത്ത് തെറ്റോ ശരിയാ? അപ്പൊ ഫാദി അവിടെ ഇരിക്കണേ. ഇനി ആർക്ക് ചാൻസ് ആയിട്ട് നമുക്ക് സീനാൻ. സീനാൻ. സീനാന് ഇത് 4ൽ നിന്ന് 1 എടുത്തിട്ട് അത് കാണിച്ചു തന്നാൽ മതി. ചാൻസ് തരാം. ഇത് 4 ഉണ്ടേ. ഇനി ഈ സീനാനെ കൂടി ഇപ്പൊ ചാൻസ് കൊടുക്കട്ടെ. വേഗം ഞാൻ പറയട്ടെ. ദൽവൻ. സൈനബ് വാ. സൈനബിനെ കൊണ്ടുള്ള അവസരം. ദൽവൻ. ശരിയാണോ തെറ്റാണോ? ഇതെല്ലാം ഈസിയാണ്, നേരത്തെ എടുക്കണ്ട്. ആയിക്കോട്ടെ, ഏതായാലും അവർക്ക് കൊടുക്കാം. ഇനി റിഷാൻ മുഹമ്മദ് കൊണ്ടൊരു അവസരം. നിങ്ങൾ ഇവിടെ വന്നിട്ടല്ല, ഇവിടെ കാണിച്ചു കൊടുക്കും. ആടെ സീറ്റ് ഇരിക്കേ. റിഷാൻ മുഹമ്മദ്. ബാബുൻ. ബാബുൻ. ശരിയാണോ? ഓക്കെ. നല്ല ഉത്സാഹം പഠിക്കണേ. മുട്ടായി. ഇനി അടുത്തത് വീണ്ടും നമ്മുടെ റയ്യാൻ സാജിദ്. ലബീനുൻ. ലബീനു. നേരത്തെ തെറ്റ് പറ്റി, ഇനി തെറ്റ് പറ്റല്ലേ? ഓക്കെ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ഫാദി. അതിലേതാ ഒന്ന് വായിച്ചിട്ട് ഉത്സവം എടുത്തന്നെ. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വായിച്ചിട്ട് എടുത്താം. എന്താ വായിക്കാം? അത് വായിക്കാൻ കിട്ടണം. നാളെ പഠിക്കണേ. തൽക്കാലം ഇങ്ങനെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പോയിക്കോ. ഒരു പരീക്ഷ നാദീമേ രണ്ടും വായിച്ചാട്ടെ. രണ്ടും വായിച്ചേ ഇവർ. ഓക്കെ. അപ്പൊ അതീമിന് മുട്ടായി കൊടുക്കട്ടാ. ഇനി എല്ലാവരും കാർഡ് എടുക്കണമെന്ന് നോക്ക്. ഇനി പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അടുത്ത ക്ലാസ് നടക്കുന്നത്
ഒരു കൊടിമരം സ്ഥാപിച്ചു കൊണ്ടുള്ള ക്ലാസ്സാണ്. നിങ്ങൾ കൊടിമരം കണ്ടിട്ടില്ലേ? അല്ലേ? നമ്മളെ മദ്രസയുടെ മുറ്റത്ത് കൊടിമരം ഇല്ലേ? അല്ല, ആടെ കൊടിമരം ഇല്ലേ? ഉണ്ട്. അതുപോലത്തെ ഒരു കൊടിമരം നമ്മുടെ ക്ലാസ്സിൽ സ്ഥാപിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ ഉദ്ഘാടനം, ആ കൊടിമരം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു വിശിഷ്ടാതിഥി വരുന്നുണ്ട്. അപ്പൊ ഓരോന്നിന്റെ സാധനങ്ങളുടെ കട്ടകളുണ്ട്, കൊടിമരമുണ്ട്, എല്ലാം ഉസ്താദ് സപ്ലൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് നാട്ടൽ പരിപാടിയാണ്, കൊടിമരം നാട്ടല് കേട്ടാ. അതിനൊരു വിശിഷ്ടാതിഥി വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ആ കർമ്മത്തിലേക്ക് പോകാം അല്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും. നമ്മുടെ കൊടിമരം സ്ഥാപിക്കൽ കർമ്മം നിർവഹിക്കാണ്. അപ്പൊ അതിന് എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥി ആരാണെന്നറിയോ? ഹാഫിദ് ജാബിർ ഉസ്താദ്. അപ്പോ ആ കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടി ഹാഫിദ് ജാബിർ ഉസ്താദിനെ ആദരവ് ക്ഷണിക്കുന്നു. എല്ലാവരും തക്ബീർ അടിക്കണേ. അല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി അടുത്ത കർമ്മം എന്ന് വെച്ചാല് അതിലേക്കൊരു പതാക കയറ്റൽ. നമ്മള് അല്ലെ പതാക ഉയർത്തലില്ലേ? നമ്മളൊരു സാധനം വലിച്ചു കയറ്റാൻ വേണ്ടി പോവാണ് ഇൻഷാ അല്ലാഹ്. ആ വലിച്ചു കയറ്റിന് ശേഷം നിങ്ങൾ അതിന്റെ പേര് പറയണം. അപ്പോ അത് ജാബിർ ഉസ്താദ് തന്നെ നിർവഹിക്കും. പതാകയ്ക്ക് നമ്മുടെ ഈ കൊടിമരത്തില് നമ്മുടെ പതാക വലിച്ചു കയറ്റുന്നത്. പതാക എന്ന് പറയുമ്പോ അക്ഷരമാണ് കേട്ടോ. അപ്പൊ നമുക്കത് നിർവഹിക്കാൻ വേണ്ടി ജാബിർ ഉസ്താദ് ക്ഷണിച്ചു കൊടുക്കുന്നു. അപ്പൊ എല്ലാവരും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ നമ്മുടെ കൊടിമരം നാട്ടിൽ ഉദ്ഘാടനം കഴിഞ്ഞ് കൊടിമരത്തിൽ ആര് ഉയർന്നു വന്ന് ഉസ്താദ് വളരെ ജസാക്കല്ലാഹു ഖൈറ. അപ്പൊ ഇനി മക്കളെ, ഇനി നിങ്ങൾ നമ്മളിലേക്കാണ്. ആരാണ് ഇവിടെ തൂങ്ങിക്കിടക്കുന്നത്? ഉസ്താദ് കൊടിമരം ഉണ്ടാക്കിയത് വാവിനെ നന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ്. കൊടിമരം ഉഷാറയില്ലേ? ഈ കൊടിമരം എപ്പോഴും ഇവിടെ കൊട്ടാ. ഇനി നമ്മള് വാവിനെ നോക്ക്. എന്തോരം മൊഞ്ചനാണല്ലേ വാവ്, അല്ലേ? ഇനി ഇതിന്റെ അടിയിൽ ഒരു സ്ഥലത്ത് വായുണ്ട്, വി ഉണ്ട്, ഓ ഉണ്ട്, ഉണ്ട്, ഔ ഉണ്ട്. അപ്പൊ ഓരോന്നിനും എന്ത് ചെയ്യണം? മെല്ലെ നീക്കാം. ഇത് എല്ലാവരും നോക്കിയാട്ടെ, പറഞ്ഞട്ടെ. ഇത് അല്ലാ തെറ്റിച്ച് നമ്മൾ വാവിനെ നമ്മൾ ഫത്ത കിട്ടാല് വാവിനെ താഴെ കസറിട്ടാലോ? പറഞ്ഞല്ലോ. അവിടെ തെറ്റാൻ പാടില്ല. ഇനി ഒന്നാമത്തത് വാ അല്ലേ? പറഞ്ഞല്ലോ. 2 വി. അംദാൻ ഇതോ ഇന്നലെ ഉഷാറാണ് അംദാൻ. ഇതോ വാവിനെ നമ്മിട്ടോട്ടാല് നാളെ പരീക്ഷ തെറ്റിപ്പോറ്. ഓ ഇവിടെ നോക്ക് കേട്ടാ. ഇവിടെ കാണണേ, നിങ്ങളേക്ക് തിരിച്ചു തരുവേ. അത് നിങ്ങൾ പറഞ്ഞോ. ഞാൻ ആൺകുട്ടി എളുപ്പം പറയും. ഇതേതാ തൊട്ടത്? ഓ ഇതോ വൻ, ഇതോ ഔ. എന്നെ താഴെ അതിന്റെ കോണക്ക് എന്താ വായിക്കാ? പക്ക വായിക്ക. എല്ലാവരും വായിക്കണോ? നോക്കണേ. ഇത് ലാമല്ലേ? അല്ലേ? അടുത്ത ശ്രദ്ധിച്ച് വായിക്കണേ, തെറ്റിയ പോയാ. പെണ്ണുങ്ങളിലൊക്കെ വരുന്നുണ്ടേ. അല്ല അൽവൻ ഇപ്പോഴങ്ങോട്ട് വാർത്തയിലേക്ക് എത്തിയ. ഓക്കെ, നമ്മുടെ കൊടിമരത്തില് തൂങ്ങിക്കിടക്കുന്ന ആള് വാവ്. ഇനി പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് പറയണേ, ഓരോരുത്തർ പറയണേ. ഇത് വായിച്ചേ.
ആ ഉറക്ക വയ്ക്ക്. ദ്വൈന വായിക്കുന്നില്ല. വിൽദുൻ. വിൽദുൻ. നല്ലോണം വായിച്ചാൽ എഴുതാൻ കിട്ടുമല്ലോ. വിൽദുൻ. ഇതോ വൽദുൻ. വൽദുൻ. ദ്വൈനപ്പ് നോക്കുന്നില്ല. ഇതോ അയ്യോ ദൽഗുന. അതാ പറഞ്ഞ ഫോട്ടോ സാറ്റ്. ആ വേറുൻ ദൗറുൻ. ആ നീ ഫോട്ടോ സാറ്റ് എടുക്കുക. ദൽഗുന്നുള്ളത് ആ ഇത് റാഗാണ് കേട്ടാ. ഇത് ദാല്, ഇത് റാഗ്. ഇത് കണ്ടില്ലേ? ഇത് അടുത്ത് വാവ്. ദൗറുൻ. ഇതെന്താ വയ്ക്കത്? ദൗറുൻ കേട്ടാ. ഇനി ഇതോ ആ അൽവൻ. അൽവൻ. ഇനി ഞാൻ ബോർഡിൽ കുറച്ച് കേട്ടോ നിങ്ങൾ കേട്ടാ. കുറച്ച് അക്ഷരങ്ങൾ ഞാൻ ബോർഡിൽ എഴുതോ. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന വാക്കുകൾ ഉണ്ടാക്കണം ഇൻഷാ അല്ലാഹ്. മക്കളെ ആദ്യത്തെ പരീക്ഷ ഇതാണ്. ബോർഡില് ഉസ്താദ് വാവ് എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ടോ? അതിലെ ലാമ എഴുതിയിട്ടുണ്ട്, ദാലക്കൂട്ടി എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എഴുതിയില്ലേ? ആ ഇനി ഉസ്താദ് പറയുമ്പോലത്തെ വാക്കാക്കണേ. ഉസ്താദ് പറയുമ്പോഴത്തെ വാക്കാക്കണേ. അപ്പോൾ നിങ്ങൾ നല്ല പഠിച്ച കുട്ടികളാവുമല്ലോ. വാ ആദ്യം വാ, രണ്ട് ല, വാ ല, മൂന്ന് ദ. അപ്പൊ കുട്ടിയിലാമേ. ആ ഇനി ഇവിടെ ഒരു വാള്, ഇവിടെ ഒരു വാള് ഇങ്ങനെ കൊടുക്കും. ആ ഇനി അടുത്തത് വാവ്. വാവ് വാവ്. ഇനി നാല്. നാല്. ആ നാല്. ഇനി ഞാൻ പറഞ്ഞ പോലെ കാഫ് കാ, കാഫ് കാ, വാവ് വി, നാല് ദ. ഒരു മിനിറ്റ് മക്കളെ പറയൂ. 3 മാർക്ക് ഇട്ടിട്ട് കുട്ടികളെ 6 മാർക്കായി. ഇപ്പൊ 2 വാക്കിൽ 6 മാർക്ക്. 3 മാർക്ക് കുട്ടികള് നിക്ക്. ആ 6 മാർക്ക് ഇട്ട കുട്ടികള് 2 എണ്ണത്തില് 6 മാർക്ക് ഇട്ടുള്ള നിക്ക്. 6 മാർക്ക്. 3 3 6. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല? കിട്ടിയിട്ടില്ല. അവിടെ മാത്രം നിൽക്കട്ടെ. അഭിനന്ദനങ്ങൾ. ആ അപ്പൊ ഇനി ആയിക്കോട്ടെ. ഇനി വേഗം പറയോ. കാഫിന് എന്ത് വേണോ? പത്തക്. ഓക്കെ. കാ. ഇനി വാവിന് എന്ത് വേണോ? ഓക്കെ വി. ഇനി 4 എന്ത് വേണോ? അപ്പൊ കാവ്യ ഇതാ. സല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ. സല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ.